ഹലോ ഫ്രണ്ട്സ്, ചീര പോലെയുള്ള ഇലക്കറികൾ നമ്മൾ കുട്ടികളെ കഴിപ്പിക്കാൻ കുറേ പാടുപെടാറുണ്ട്. കറിയായിട്ട് കൊടുത്താലും തോരനായിട്ട് കൊടുത്താലും അവർക്ക് വലിയ ഇഷ്ടപ്പെടാറില്ല. ചീര വെച്ചിട്ടുള്ള ഒരു ഗോതമ്പ് ദോശയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് വെറും ഗോതമ്പ് ദോശയല്ല, നമ്മളിത് പിസ്സ സ്റ്റൈലിലാണ് ചെയ്യുന്നത്. പിസ്സ ഇഷ്ടമില്ലാത്ത കുട്ടികൾ കുറവാണ്, അപ്പോൾ ഇതെന്തായാലും കഴിച്ചോളും. നിങ്ങൾക്ക് ഇത് ചീര ഇല്ലെങ്കിൽ ചീരയ്ക്ക് പകരം ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ഇതേപോലെ തന്നെ യൂസ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ടേസ്റ്റിയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ ദോശ ഞാൻ ചീര ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് ചീര അരിഞ്ഞെടുത്തത് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ചീര വേണമെങ്കിൽ ചേർക്കാം, വേണമെങ്കിൽ പാലക്ക് ചേർക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ ചീര വേണ്ട വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ആണെങ്കിൽ അതും യൂസ് ചെയ്യാം. അപ്പോൾ അത് ആദ്യം അരിഞ്ഞിട്ട് നന്നായി അരിഞ്ഞ് ഒന്ന് അരച്ച് എടുക്കണം. ഇതിപ്പോൾ ഒരു കപ്പ് ചീരയുണ്ട്, അപ്പോൾ ഇതിനൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അരച്ചെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ബാറ്റർ റെഡിയാക്കാം. ഇനി ദോശ ബാറ്റർ ഉണ്ടാക്കാം. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ദോശ ബാറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഉണ്ടാക്കാം. അതിലേക്ക് ചീരയുടെ പ്യൂരി മിക്സ് ചെയ്താൽ മതി. അപ്പം ഞാൻ ഗോതമ്പ് ദോശ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്, ചേർത്ത് കൊടുക്കാം. ഇനി ഗോതമ്പ് ദോശ ആകുമ്പോൾ നമുക്ക് ഇത്തിരി കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ചീരയുടെ നമ്മൾ മാറ്റി വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാം. ചീര വെള്ളം ചേർത്ത് അരച്ച് വെച്ചതാണ്, ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒരു ദോശ ബാറ്റർ കൺസിസ്റ്റൻസിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അധികം ലൂസുള്ള ബാറ്റർ വേണ്ട, ഇത്തിരി കട്ടിയുള്ള ദോശ വേണം നമുക്ക്. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, കുറേശ്ശെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കോൺഫ്ലോർ ചേർക്കുന്നത് നമ്മുടെ ദോശയ്ക്ക് ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഗോതമ്പ് ദോശ അധികം കട്ടിയിൽ കിട്ടില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ചേർത്തത്. ഇതിപ്പോൾ ഏകദേശം ഈ ഒരു തിക്നെസ് മതി, നന്നായിട്ട് ലൂസാക്കണ്ട. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. പിസ്സ പോലെയാണ് ഉണ്ടാക്കണത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടോപ്പിങ്ങിനായിട്ട് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. കുട്ടികൾ ഏതാണോ കഴിക്കാത്തത് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് വെജിറ്റബിൾ വേണമെങ്കിലും നമുക്കിത് ഇതിൻ്റെ മുകളിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. പാനിൽ ആദ്യം കുറച്ച് ബട്ടർ തടവിയിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ചെയ്യണ്ട, എൻ്റെ ഇത് ഇരുമ്പായതുകൊണ്ട് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്റർ ചേർത്ത് കൊടുക്കാം. അധികം പരത്തേണ്ട ആവശ്യമില്ല, ഇത്തിരി കട്ടിയിൽ വേണം നമുക്ക് ദോശ വരാനായിട്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള കട്ടിയിലേക്ക് ഒന്ന് ആക്കി കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഭാഗം. അപ്പോൾ നമുക്കത് പതുക്കെ മറച്ചിടാം. ഇനി ഇവിടെ വേണം നമുക്ക് ഫില്ലിങ് ചെയ്യാനായിട്ട്. ആദ്യമായിട്ട് ഞാൻ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ബട്ടറും കുറച്ച് സോസും. സോസിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു, അത് വേണ്ടവർക്ക് അത് നോക്കി ഉണ്ടാക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലായിടത്തേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുക്കായി വരണം അപ്പുറത്തെ സൈഡ്. അപ്പോഴേക്കും നമുക്കിവിടെ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു, ബട്ടറും സോസും കൂടിയിട്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം കുറച്ച് ഓണിയൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, സവാള
ഒന്ന് ചെറുതാക്കി ചോപ്പ് ചെയ്തെടുത്തതാണ്. ക്യാരറ്റാണ്, ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം, ഇത് തന്നെ ചേർക്കണം എന്നില്ല. കുറച്ച് ഗ്രീൻ പീസ് ചേർക്കുന്നുണ്ട്, പച്ച പട്ടാണിയാണ്. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചതാണ്. നാട്ടിലൊക്കെ ഇത് ഉണക്കിയാണല്ലോ കിട്ടുക, ഇവിടെ ഇത് പച്ചയായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഒന്ന് വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്തതാണ്. അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ സ്വീറ്റ് കോൺ ചേർക്കുന്നുണ്ട്. അതും വേവിച്ച് വെച്ചിട്ടുണ്ടാണ്, ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒറിഗാനോ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒറിഗാനോ ഇല്ലെങ്കിൽ ചേർക്കണ്ട, ആ പിസ്സയുടെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്. റെഡ് ചില്ലി ഫ്ലേക്സ്, നമ്മുടെ ചുവന്ന മുളക് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ്, കുറച്ച് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീസാണ്, ഞാൻ ചീസ് ക്യൂബായി വാങ്ങുന്നതില്ലേ, അത് ഒന്ന് അരിഞ്ഞെടുത്തതാണ്, എന്നിട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണം. ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ഈ ചീസ് അലിഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. അപ്പോൾ ആ ചീസൊന്ന് മെൽട്ടായി വരും. ജസ്റ്റ് ഒന്ന് മെൽട്ടായി വന്നാൽ മതി. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തതാണ്. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളിത് മൂടി വെച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കാം ചീസ് മെൽട്ടായി ഒന്ന്. ചീസൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിസ്സ ദോശ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ, കണ്ടില്ലേ? ചീര കഴിക്കാത്ത കുട്ടികളെ തന്നെ ചീര കഴിപ്പിക്കാനും പറ്റിയൊരു ഐഡിയ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. ഇനി ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.